ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. നമ്മളിന്ന് ഇപ്പോൾ വയനാട്ടിൽ തന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റീൻ്റെ പരിധിയിൽപ്പെടുന്ന പെരുന്തട്ട എന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനിതിന് മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് പോയിട്ട് സംബന്ധിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. വളരെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുമായിട്ട് ഇവിടെ ഒരു എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. ഭൂരിഭാഗം ദിവസങ്ങളിലും ഇവിടെ പുലി ഇറങ്ങാറുണ്ട്. ഒരു കടുവ ഫാമിലി, അതായത് 3 കുട്ടികളും ഒരു അമ്മയും എന്ന രീതിയിൽ 4 കടുവകൾ ഇറങ്ങിയ സ്ഥലം കൂടിയാണിത്. അവർ ആ കടുവകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കർണാടകയിൽ നിന്ന് കൂടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. വളരെ മനോഹരമായി നിൽക്കുന്ന സ്ഥലങ്ങളാണിത്. അപ്പോൾ ഒരു പഴയ സ്കൂളും ഏകദേശം ചൂരൽമല മുണ്ടക്കൈയിനോട് സാമ്യം തോന്നുന്ന ഒരു സ്ഥലം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറച്ചെങ്കിലും ഈ സ്ഥലം മുമ്പ് വന്നിട്ടുണ്ടാവാം, അവർ വന്ന് കണ്ടവരുണ്ടാവാം. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഒരു 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 വലിയൊരു ചെറിയൊരു മലയുണ്ട്. ആ മലേൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടിയ ഭാഗം നമുക്ക് കാണാം. എക്സാക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരൽമലൻ്റെ ഇങ്ങേമറി എന്ന് പറയും. മലേൻ്റെ ഇങ്ങേമറിയാണ് ഈ ഒരു പ്രദേശം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നമ്മളിങ്ങോട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അത് വരുന്ന വഴിയാണ്, ഫുൾ എസ്റ്റേറ്റാണ്. മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഈ ഒരു കാർമേഘവും ഈ ഒരു സംഭവം ഇതാണ് ശരിക്കും ഈ ചൂരൽമല. ഈ ഒരു മലനിരകളാണ് ശരിക്കും ചൂരൽമല എന്ന് പറയുന്നത്, തൊട്ടപ്പുറത്ത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങേ മറിയാണ് ഈ പെരുന്തട്ട എന്ന ഭാഗം. കണ്ടോ, അതിമനോഹരമായ സ്ഥലങ്ങളാണ്. വളരെ സുന്ദരമായ സ്ഥലം, വളരെ നല്ല വായു, വേറെ ശബ്ദമലിനീകരണവും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്ത് മനോഹരമാണ് കാണുന്നത് നോക്കൂ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ പുലീൻ്റെ സാന്നിധ്യം എല്ലാ ദിവസങ്ങളിലും പുലീൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇത് വളരെ ഒരു മരമാണ്, വലിയൊരു മരമാണ് കേട്ടോ. ഏകദേശം ഒരു 60 വർഷം പഴക്കമുണ്ടാവും ഈ മരത്തിന്. ഒരു ബിൽഡിങ്, പൊളിഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കാഴ്ച. ഇവിടെ തന്നെ ഈ പോണ വഴി ഒരു റീജിയണൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രമുണ്ട്. റീജിയണൽ കോഫി റിസർച്ച് സെൻ്ററും കൂടിയുണ്ട്. കുറച്ചൊരു പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ കോഫി റിസർച്ച് പ്ലാന്റേഷനും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് പോണ വഴിയാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോവാം. ഒരു പഴയൊരു സ്കൂളും ഒരു 80 വർഷം പഴക്കമുള്ളൊരു സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് നോക്കാം, മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് കണ്ടോ, ഇത് റോഡാണ്. റോഡിൻ്റെ സൈഡിലേക്ക് ഒരു താഴ്വരയാണ് കേട്ടോ. അതിങ്ങനെ പോയി ഒരു ചെറിയൊരു മണ്ണിട്ട റോഡുണ്ട്. ഇങ്ങനെ പോയി ആ മലനിരകളും താഴെയുള്ള ആ ഭാഗങ്ങളും ഒക്കെ വളരെ നമ്മളെപ്പോഴും ഒരു ആകർഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു കാഴ്ചയൊക്കെ. കണ്ടോ, ഇതൊക്കെ പോണ വഴിയാണ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ്. അപ്പോൾ ഓരോന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ്. കണ്ടോ, ശുദ്ധമായ വായു, ഒരു നോയ്സ് പൊല്യൂഷനും ഇല്ല, ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോവാം. നമ്മൾ പോണ വഴി ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇതാണ് റോഡ്. ചെറിയൊരു പോക്കറ്റ് റോഡ് ആണ്, ഒരു വലിയ വീതിയുള്ള റോഡൊന്നുമല്ല. താഴേക്കൊരു താഴ്വാരവും കണ്ടോ. ചായ കയറ്റി വരുന്ന ഒരു വണ്ടിയുണ്ട് ഇവിടെ, ഒരു പിക്കപ്പ് വാന്. ഇത് നമ്മൾ വരുന്നുണ്ട്. ചായേൻ്റെ ചപ്പുമായിട്ട് വരുന്ന പിക്കപ്പ് വാനാണ് അത്. ഇതാണ് അതിൻ്റെ ഒരു റോഡ്. കുറേ പശുക്കളുടെ ഇൻഷൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പശുവിനൊക്കെ അതിൻ്റെ ചെവിയിൽ ആ മാർക്കുണ്ട്. ഇൻഷൂർ ചെയ്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വല്ല പുലിയോ കടുവയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൻ്റെ പൈസയും കാര്യങ്ങളൊന്നും കിട്ടലുണ്ടാവില്ല. കറുത്ത ആരുടെ ഇങ്ങനെ അഴിച്ചു വിടുന്നതാണ്. ഇവിടെയൊക്കെ ഒരുപാട് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന് സെപ്പറേറ്റ് ആയിട്ട് വൈക്കോലും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. കണ്ടോ, എൻ്റെ ചെവിട്ടിൽ ആ മഞ്ഞ ഇതുണ്ട്.
എല്ലാം ഇൻഷൂർഡാണ്. പശുക്കളൊക്കെ ഇൻഷൂർ ചെയ്തതാണ്. കുറച്ച് പശുക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പോയി ആ വലിയ മലനിരകൾ വളരെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ റൂട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. വേറെ പ്രത്യേകിച്ചൊരു ടൂറിസ്റ്റ് സ്പോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. പക്ഷേ ഒരു ആംബിയൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ഇതാണ് ഈ സ്കൂള്. നമ്മളൊരു LP സ്കൂളാണ്. വളരെ മനോഹരമായിട്ട് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 80 വർഷത്തെ പഴക്കം ഉണ്ടാവും ഇതിന്. ഒരു 80 വർഷത്തെ പഴക്കം എന്തായാലും ഉണ്ടാവും. ഞങ്ങളന്ന് ക്യാമ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു വയസ്സായ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് തന്നെ 75 വയസ്സുണ്ട്. അയാൾ ഈ സ്കൂളിൽ പഠിച്ചു പോയ വ്യക്തിയാണ്. മാവ് കണ്ടോ, നല്ല മാമ്പഴം ഉണ്ടാവുന്ന മാവാണ് എന്ന രീതിയിലാണ് അവരെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഈ 75 വയസ്സുള്ള ആൾ പഠിക്കുമ്പോൾ വെച്ചൊരു മാവാണിത്. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, ഏകദേശം ഒരു 76 വർഷത്തെ 75-76 വർഷത്തെ പഴക്കമുണ്ട് ഈ മാവിന് തന്നെ. കണ്ടോ, സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെ 2 മാവ്. ഇങ്ങനെയുള്ള സ്കൂളുകളൊക്കെ നമുക്കിപ്പോൾ വളരെ വിരളാണ്. നമുക്കത് കാണാൻ തന്നെ പറ്റില്ല. ഈ സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിൻ്റെ പുറകുവശം കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ട്രസ്പാസ് ചെയ്യുകയാണ്, ശരിക്കും ചെയ്യാൻ പാടില്ല. എന്നാലും നിങ്ങൾക്കതൊന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചാടി കയറിയത്. സ്കൂളിൻ്റെ ഒരു ചെറിയൊരു ഇതിലൂടെ നമ്മളിങ്ങനെ നടക്കണം. ഈ സ്കൂളിൻ്റെ ഗേറ്റും സ്കൂളിൻ്റെ ഇത് ഓഡിറ്റോറിയമാണ് കേട്ടത്. സ്കൂളിൻ്റെ പുറകുവശം കണ്ടോ, എന്ത് മനോഹരമാണ് നോക്കി. മരവും കാര്യങ്ങളും, കുറച്ച് വാഴക്കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ട, ഇതാണ് സ്കൂളിൻ്റെ ഒരു പുറകുവശം ഫുള്ള് മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട്. മലയൊന്നും ശരിക്കും നമുക്കിപ്പോൾ കാണുന്നില്ല, അവിടെ ഫുള്ള് കാർമേഘങ്ങളാണ്. ഇന്നൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. പുറകുവശം ഫുള്ള് ചായ എസ്റ്റേറ്റാണ്. ഈ ഒരു എസ്റ്റേറ്റ് പൂട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ. ഈ എസ്റ്റേറ്റ് പണിക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. പുറകുവശം ഈ കാർമേഘം കാണുന്നിടത്ത്, ഈ ഒരു കാർമേഘം കാണുന്നിടത്ത് ഇത് ഇവിടെയാണ് ശരിക്കും ചെമ്പ്ര മല അവിടെയാണുള്ളത്. ചെമ്പ്ര പീക്ക് അവിടെയാണ്. അതിൻ്റെ അങ്ങേമറി അപ്പുറത്തൊരു വശത്താണ് നമ്മളിപ്പോൾ ചൂരൽമല, മുണ്ടക്കൈ ഈ ഭാഗമുള്ളത്, വെള്ളരിമല. അവിടെയാണ് ഉരുൾപൊട്ടിയത്. ശരിക്കും ഇവിടെ നിന്നൊരു ചെറിയൊരു അപ്പുറത്ത് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ ഉരുൾപൊട്ടിയ ഭാഗം ശരിക്കും കാണാം. ഇത് ശരിക്കും നമുക്ക് ഒരു ചൂരൽമല, മുണ്ടക്കൈൻ്റെ പിന്നെ വളരെയധികം സാമീപ്യം തോന്നിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം, ഈ ഒരു സ്കൂളും. അതേപോലെ തന്നെ ഇതിൻ്റെ പരിസരങ്ങളും പോണ വഴിയും ഒക്കെ വളരെ അതിനോട് സാദൃശ്യം തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂൾ. കണ്ടോ, പണ്ടത്തെ ഏകദേശം ഒരു 80 എന്തായാലും കൂടുള്ളൂ, കുറയൂല. ഈ ഒരു മാവ് ഒരുപാട് പേര് പഠിച്ചിറങ്ങി, ഒരുപാട് ഉദ്യോഗസ്ഥരും ഒരുപാട് പേര് പഠിച്ചിറങ്ങിയൊരു സ്ഥലം കൂടിയാണത്. കണ്ട, സ്കൂളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഇട്ടത്. കണ്ട, എന്ത് ഭംഗിയാണ് അത്. ശരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, അത് നേരിട്ട് വന്ന് കാണുക തന്നെ വേണം. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ ടെറൈനൊന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും നമ്മൾ വന്നപ്പോഴൊക്കെ നമുക്ക് ടാർ റോഡായിരുന്നു. ഇപ്പോൾ ടാറിട്ട റോഡ് മാറി, ടെറൈൻ മാറി, ഫുള്ള് കല്ലും കുഴികളൊക്കെയാണ്. ഒരു ഓഫ് റോഡിങ് രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, കാടും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതിലൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ഇങ്ങോട്ടേക്ക് ഞാൻ കിടന്നിട്ട് ഹൗസ് സ്കൂൾ വരെ ഞാൻ വന്നിട്ടുള്ളൂ.
അപ്പോൾ ഇതെവിടെ എത്തും എന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം, എവിടെയാണ് ഇത് എത്തുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചെറിയ ചെറിയ പോക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരെ ഒറ്റ വഴി പോവാണ്. എവിടെയെങ്കിലും എത്തും, എവിടെയെങ്കിലും എത്താണ്ടിരിക്കില്ല, എവിടെയെങ്കിലും ഒന്ന് എത്തും, എങ്കിൽ എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കും, അത് ഉറപ്പാണ്. ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ അത് എസ്റ്റേറ്റ് ബംഗ്ലാവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, കൂട്ടിയിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കൊന്ന് കയറി നോക്കായിരുന്നു. ബ്ലോഗാണ്. കുറച്ച് ടഫ് ടെറൈനാണ് കേട്ടോ. ഞാനിപ്പോൾ ബൈക്കിൽ തന്നെ 2 വീലർ ആയതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ റൈഡിങ്ങും ഒരു കയ്യിൽ മൊബൈലുമാണ് ഉള്ളത്. അതിൻ്റെ അടുത്ത് സ്റ്റിക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇറക്കം ഇങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാണിക്കുന്ന ഭാഗങ്ങളിലാണ് പുലിയുടെ സാന്നിധ്യം എല്ലാ ദിവസങ്ങളിലും കാണാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അയച്ചുവിടുന്ന പശുക്കളെല്ലാം തന്നെ ഇവർ ഇൻഷൂർ ചെയ്ത്. പുലി പിടിച്ചാലൊക്കെ അവർക്ക് അതിൻ്റെ ഒരു കോമ്പൻസേഷൻ എന്തായാലും കിട്ടുമല്ലോ. ഇത് ആ താഴ്വാര നമ്മൾ നേരത്തെ കാണിച്ച താഴ്വാര ഇങ്ങനെ വരികയാണ് കേട്ടോ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇതൊക്കെ. കണ്ട, ഈ ഒരു ഏരിയയിലാണ് പുലിൻ്റെ ഒരു ശല്യം രൂക്ഷമായിട്ട് കാണുന്നത്. പിന്നെ ഇതെല്ലാം ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൽ അങ്ങനെ പുലിയും ആനയും മാനും മയിലും എല്ലാം ഉണ്ടാവും. അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം റവന്യൂ ഫോറസ്റ്റ് പിന്നെ ആണ്. കുറേ റവന്യൂ ഭൂമിയുണ്ട്, കുറേ ഫോറസ്റ്റ് ഉണ്ട്. നമ്മളതിന് കുറേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനുഷ്യനും പുലിയും മൃഗങ്ങളും എല്ലാം കൂടെ പൊരുതി ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിലേക്കാണ് ഇപ്പോൾ എല്ലാം തിരിച്ചു വരുന്നത്. ഇനിയിപ്പോൾ ആനകൾ ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. ഒരുവിധം എല്ലാ മൈസൂർ ടൗണിൽ വരെ ആന ഇറങ്ങി. കൽപ്പറ്റ ടൗണിൽ കാട്ടുപോത്ത് വന്നു. അതുപോലെ തന്നെ എല്ലാ ഏരിയാസിലും എല്ലായിടങ്ങളിലും മൃഗങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. ഇനിയിപ്പോൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു വരും. അതെന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ ടെറൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ശരിക്കും എനിക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ റോഡ് കാണാൻ പറ്റുന്നുണ്ട്. താഴെ കുറേ വണ്ടികൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ മെയിൻ റോഡ് അത് തന്നെയാണ്. അത് ഏത് റോഡാണെന്ന് എനിക്ക് നിശ്ചയമല്ല. അതവിടെ കയറി കഴിഞ്ഞാലേ എനിക്ക് അത് അറിയാൻ പറ്റുള്ളൂ. നമ്മളെന്തായാലും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ടഫ് ടെറൈൻ ആയതുകൊണ്ട് തന്നെ ജോഗ്രഫിക്കലി ഇത് കൂടി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കൂടെ ആവാനാണ് ചാൻസ്. ഏതായാലൊന്ന് പോയി നോക്കട്ടെ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മളിങ്ങനെ റോഡിൽ കൂടെ ഇറങ്ങി വരികയാണ് കേട്ടോ. കുറച്ചും കൂടെ വിസിബിലിറ്റി കൂടിയിട്ടുണ്ട്. വീടുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വിച്ച് മീൻസ് നമ്മളത് ഒരു റോഡിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൽ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെറൈനിലൂടെ ഒരു കയ്യിൽ വണ്ടിയും ഒരു കയ്യിൽ മൊബൈൽ വെച്ച് വീഡിയോ എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ടാസ്ക്കാണ്. പക്ഷേ വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ. എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, സ്റ്റിക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തത്. ടാർ റോഡിൻ്റെ ഒരു ചെറിയൊരു പൊടി കണ്ടിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ റോഡാണ്. അതിന് ശേഷം ഒരു ടാറിങ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. അല്ല, ഇവിടെ ടാർ ചെയ്യേണ്ട ആവശ്യമില്ല, എസ്റ്റേറ്റ് റോഡാണ്. അങ്ങനെ വണ്ടികളൊന്നും വരാനില്ല. ഏറെക്കുറെ നമ്മൾ ഒരു റോഡിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്.
ഉയരത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് എത്തിയിട്ടോ. ഇങ്ങനെ കറങ്ങി 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 താഴെ എത്തിയിട്ടുണ്ട്. ഒരു പള്ളിയൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും നോക്കാം ഇനി എത്ര ദൂരമുണ്ട് നോക്കാം. ഇതൊരു ചെറിയൊരു അരുവിയൊക്കെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു പാലവും ചെറിയൊരു തോടാണ് കേട്ടോ. ചെറിയൊരു തോടും കാര്യങ്ങളും കണ്ടോ. ഈ ഒരു പാലം ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് കേട്ടോ. വലിയ വണ്ടികളൊന്നും വരാൻ പറ്റില്ല, ബൈക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ കേട്ടോ. ഒരുവിധം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും നാച്ചുറൽ വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. റോഡിലെത്തി കേട്ടോ. നമ്മളെ മെയിൻ റോഡാണ് ഇത്. ഈ ഒരു വഴിയാണ് നമ്മൾ വന്നത് കേട്ടോ. ഈ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നത്. മേലെ മലയിൽ നിന്ന് കയറി വന്നത് ഈ ഒരു വഴിയിലാണ്. ഈ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ വന്ന് കയറിയത് പറഞ്ഞാൽ ഈ ഓടത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഓടത്തോട്. ഈ ഒരു വഴി റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡ് തന്നെയാണ് ഇത്. അതായത് ചുണ്ടേന്ന് മേപ്പാടി പോണ റോഡാണ് കേട്ടോ. ചുണ്ട ടു മേപ്പാടി, മേപ്പാടി ടു ചുണ്ട റോഡാണിത് കേട്ടോ. മെയിൻ റോഡ് തന്നെയാണ്, മെയിൻ ഹൈവേ തന്നെയാണ്, സ്ട്രീറ്റ് ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചൂരൽമല മുണ്ടക്കൈയുടെ ഇങ്ങേ മറി തന്നെയാണ് ഈ ഒരു പെരുന്തട്ട എന്ന് പറയുന്നത്. പെരുന്തട്ട സ്കൂളും പെരുന്തട്ടയും ഒക്കെ പറയുന്നത് അതിനോട് സാമീപ്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് പരിധികൾ വെച്ച് ലിമിറ്റേഷൻസ് ഒരുപാടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു ബൈക്കിലായതുകൊണ്ടും അതുപോലെ തന്നെ ഒരു കയ്യിൽ ബൈക്ക് കൺട്രോൾ ചെയ്യണം, ഒരു കയ്യിൽ മൊബൈലിൽ വീഡിയോ എടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ വീഡിയോ ചിത്രീകരിച്ചത്. അപ്പോൾ അതിലെ ക്ലാരിറ്റിയിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ചൂരൽമലയ്ക്കും അതുപോലെ തന്നെ മുണ്ടക്കൈനോടൊക്കെ ഏകദേശം ഒരു സാമീപ്യം തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതിൽ യാതൊരു സംശയങ്ങളുമില്ല. പക്ഷേ ചൂരൽമല തന്നെയാണ്, മുണ്ടക്കൈ തന്നെയാണ്. അതിനോട് നമുക്ക് ചൂരൽമലയും മുണ്ടക്കയും പോണ വഴിയും നമുക്ക് തന്നൊരു അനുഭൂതിയും കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. എന്തായാലും ഇനിയിപ്പോൾ ആ പ്രദേശങ്ങളൊന്നും നമുക്ക് ഇനിയിപ്പോൾ പണ്ടത്തെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കാണാനേ പറ്റുള്ളൂ. വെള്ളരിമലയും പുന്നപ്പുഴയുടെ തീരത്തുള്ള പള്ളിക്കൂടവും ഒക്കെ നമുക്ക് ഇനി വെറും ഓർമ്മകളായിട്ട് തന്നെ അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷേ വസ്തുതകളെന്നും വസ്തുതകൾ തന്നെയാണ്. കാണാൻ ഈ ഒരു സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വരാം. ഇന്നിപ്പോൾ കാണിച്ച വീഡിയോസിലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വരാം. ഒരു റിക്വസ്റ്റ് എൻ്റെ സൈഡിൽ നിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ വന്നോളൂ, പിന്നെ അതേപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്തോളൂ, പിന്നെ ആസ്വദിച്ചോളൂ. പക്ഷേ പരിസരം മലിനമാക്കരുത്. എപ്പോഴും പരിസരം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുക. നിങ്ങളുടെ അടുത്തുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ, വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ വണ്ടിയിൽ തന്നെ വെക്കുക. അത് പിന്നെ ശാസ്ത്രീയ രീതിയിൽ സംസ്കരിക്കുക. ഫോറസ്റ്റും അതേപോലെ തന്നെ വഴിയോരങ്ങളും മലിനമാക്കാണ്ടിരിക്കുക. നിങ്ങളത് വഴിയരികിൽ വലിച്ചു വാരിയിടാണ്ട് എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സംസ്കരണ സംഭവങ്ങൾ ഒരു സ്ഥലത്ത് ഇടാൻ പാടുള്ളൂ, ആ സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കുക. അല്ലെങ്കിൽ നിങ്ങളത് ശാസ്ത്രീയ രീതിയിൽ സംസ്കരിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾ വരിക, എൻജോയ് ചെയ്യുക. വയനാടിനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വയനാട് ഇപ്പോഴും വയനാട് എന്ന രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഉരുൾപൊട്ടലിൽ ഉണ്ടായൊരു ഭാഗം എന്ന് പറയുന്നത് മേപ്പാടി പഞ്ചായത്തിലെ 2 വാർഡുകൾ മാത്രമാണ്. മുണ്ടക്കൈ, ചൂരൽമല എന്ന 2 വാർഡുകൾ മാത്രമാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ലൈവായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന സഞ്ചാരികളെ ആശ്രയിച്ച് മഹാഭൂരിഭാഗം ആൾക്കാരും വയനാട്ടിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൂറിസമാണ്. അപ്പോൾ എല്ലാവരും വരിക, പിന്നെ വീണ്ടും വരിക, സഹകരിക്കുക. നമുക്ക് എല്ലാവർക്കും തന്നെ സ്നേഹത്തോടു കൂടിയും പരസ്പര ബഹുമാനത്തോടു കൂടിയും തന്നെ മുമ്പോട്ടേക്ക് പോവാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ജയ് ഹിന്ദ്.